നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വികസന കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഇപ്പോൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ തനത് പദ്ധതിയായിട്ട് പറയുന്നു വയോജനങ്ങൾക്കായുള്ള ഒരു പദ്ധതി. അപ്പം അതെങ്ങനെയാണ് ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? നമ്മൾ ഈ വർഷത്തിലുള്ള ഈ പഞ്ചവത്സര പദ്ധതിയുടെ അവസാന വർഷമാണെന്ന് പറഞ്ഞല്ലോ. ഇതിനകത്ത് അവസാന ഘട്ടത്തിൽ നമ്മളൊരു സ്നേഹക്കൂട് എന്ന് പറയുന്ന ഒരു പദ്ധതിക്ക് ആസൂത്രണം നൽകിയിട്ടുണ്ട്. പെരുമണ്ണ പഞ്ചായത്തിലാണ്. എങ്ങനെയാണ് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്? അത് ഇപ്പോൾ നമ്മൾ ബിൽഡിംഗ് ആണ് ഈ വർഷം അത് ഉദ്ദേശിച്ചിരിക്കുന്നത്. ബിൽഡിംഗ് പെരുമണ്ണ പഞ്ചായത്തിലാണ് അതിന് സ്ഥലം വിട്ട് കിട്ടിയിട്ടിരിക്കുന്നത്. അപ്പോൾ ആ വിട്ട് കിട്ടിയ സ്ഥലത്ത് ഇത്തവണ നമ്മൾ ബിൽഡിംഗ് പണിതതിന് ശേഷം നമ്മളത് ആ ചേർന്ന് നടത്തുന്ന ഒന്നില്ലെങ്കിൽ ഒരു റെസിഡൻസ് അസോസിയേഷനോ അല്ലെങ്കിൽ കുടുംബശ്രീയോ ഏൽപ്പിച്ചിട്ട് അതൊരു വയോജന സൗഹൃദം, ഒരു പകൽ വീട് എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിലേക്ക് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത്. കാരണം രാവിലെ വീട്ടിൽ ഒരു വീടിന് കാവലായിട്ട് നിൽക്കുന്ന ആളുകൾക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ വന്ന് നിന്ന് ഒരു ഉല്ലാസ കേന്ദ്രമായിട്ട് മാറ്റുന്ന തരത്തിലേക്ക്, അത് പുസ്തകങ്ങൾ വായിച്ചിട്ടാവാം, പത്രങ്ങൾ വായിച്ചിട്ടാവാം, TV കണ്ടിട്ടാവാം, അത്തരമൊരു തരത്തിലേക്ക് ആ പരിപാടി കൊണ്ടുപോകണം എന്നാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹമുള്ളത്. ഇതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട മറ്റൊന്നാണ് പാലിയേറ്റീവ് പ്രവർത്തനം. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിൽ പാലിയേറ്റീവ് രംഗത്ത് എങ്ങനെയാണ് നമുക്ക് ഇടപെടാൻ പറ്റും? അത് പഞ്ചായത്തുകളിലാണ് പാലിയേറ്റീവ് പ്രവർത്തനം കൃത്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നേരത്തെ പറഞ്ഞ ചെറുപ്പ MCH യൂണിറ്റിൽ MLA തന്നെ ഒരു കിഡ്നി ഡയാലിസിസ് യൂണിറ്റിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ മാവൂർ പഞ്ചായത്താണെങ്കിലും പെരുവേൽ പഞ്ചായത്താണെങ്കിലും പെരുമണ്ണയാണെങ്കിലും ബാക്കി 8 പഞ്ചായത്തിലും പാലിയേറ്റീവിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. അത് ഒരുപാട് സന്നദ്ധ സംഘടനകളും ചെയ്യുന്നുണ്ട്. പഞ്ചായത്തിന് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ പഞ്ചായത്തും അത് കൊണ്ടുപോകുന്നുണ്ട്. അതിനകത്തേക്ക് നമ്മളും അവരെ പഞ്ചായത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലേക്കുള്ള പദ്ധതികളിലേക്ക് ഫണ്ടുകൾ അനുവദിക്കുകയാണ് നിലവിൽ ബ്ലോക്ക് പഞ്ചായത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മറ്റൊരു ചോദ്യത്തിലേക്ക് വന്നാൽ, ഇപ്പോൾ ഈ പറഞ്ഞ കാർഷിക പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്, അപ്പോഴും കർഷകർക്ക് യഥാർത്ഥ വില കിട്ടാത്ത അവസ്ഥ. ഇപ്പോൾ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില കർഷകർക്ക് കിട്ടുന്നില്ല, എന്നാൽ ഉപഭോക്താക്കളിലേക്ക് എത്തുമ്പോൾ അവർക്ക് വലിയ വില കൊടുക്കേണ്ടി വരുന്നുണ്ട് ഈ ജൈവ ഉൽപ്പന്നങ്ങൾക്ക്. അപ്പോൾ എന്താണ് ബ്ലോക്ക് പഞ്ചായത്തിന് ഇതിലൊരു ഇടനിലക്കാരൻ എന്ന നിലയിൽ ചെയ്യാൻ പറ്റുന്നത്? ചൂഷണം ഒഴിവാക്കിക്കൊണ്ട് കർഷകരിൽ നിന്ന് നേരിട്ട് ഉപഭോക്താക്കളിലേക്ക് കാർഷിക ഉൽപ്പന്നങ്ങൾ എത്തിക്കാൻ പറ്റുന്ന സാഹചര്യമുണ്ടോ? ബ്ലോക്കിൻ്റെ നേതൃത്വത്തിൽ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിനോട് ചേർന്ന് തന്നെ ഒരു കാർഷിക വിപണന കേന്ദ്രം പ്രവർത്തിക്കുന്നുണ്ട്. അതിന് കീഴിലായിട്ട് 8 പഞ്ചായത്തുകളിലും ജൈവ പഴം പച്ചക്കറി എന്ന് പറയുന്ന ഒരു യൂണിറ്റ് തുടങ്ങുന്നതോടൊപ്പം തന്നെ അതിനകത്ത് കഴിയുന്നത്ര ജൈവ പച്ചക്കറികൾ എത്തിക്കുന്ന ഒരു പ്രവർത്തനത്തിലേക്കാണ് നമ്മൾ മുന്നോട്ട് വെച്ചിട്ട് കാഴ്ചപ്പാടോടുകൂടിയാണ് ആ പദ്ധതിക്ക് രൂപം നൽകിയിരിക്കുന്നത്. അത് കുടുംബശ്രീ ആണെങ്കിലും യുവജന ക്ലബ്ബുകളാണെങ്കിലും തൊഴിലുറപ്പ് പദ്ധതിയിലാണെങ്കിലും മാക്സിമം കൃഷി ചെയ്യുന്ന ആ ഉൽപ്പന്നങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ജനങ്ങൾക്ക് എത്തിച്ചിട്ട് നല്ല പ്രോഡക്റ്റുകൾ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിനാണ് ജൈവ പഴം പച്ചക്കറി എന്ന് പറയുന്ന പ്രവർത്തനം മുന്നോട്ട് വയ്ക്കുന്നത്. അതിലൂടെ നമുക്കൊരു ഒരു പരിധി വരെ കർഷകർക്ക് ശരിയായ വില ലഭിക്കുന്നതും അതുപോലെ തന്നെ നല്ല പച്ചക്കറികൾ, ജൈവ പച്ചക്കറികൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ സാധിക്കും. നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് വന്ന്, ഈ പറയുന്ന ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് പറയുന്നത് ഏകദേശം 3 ലക്ഷത്തോളം ആൾക്കാർ അധിവസിക്കുന്ന പ്രദേശമാണ്. ഇതിൽ യുവാക്കളുണ്ട്. കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും യുവ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കും താങ്കൾ. നിലവിലുള്ളതിൽ ഏറ്റവും യുവതിയായ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കും താങ്കൾ എന്നാണ് കരുതുന്നത്. അപ്പം എന്താണ് ഈ കാര്യത്തിൽ പറയാനുള്ളത്? യുവാക്കൾക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്? കാരണം സാറ് പറഞ്ഞത് കറക്റ്റാണ്. യുവാക്കൾക്ക് കുറച്ചുകൂടി ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സാധ്യതകളും ഒരുപാട് പ്രവർത്തനങ്ങളും കാഴ്ചവെക്കുന്ന ഒരു ഒട്ടനവധി ക്ലബ്ബുകൾ കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിയിലുണ്ട്. നിലവിൽ അവർ രജിസ്ട്രേഷൻ ഇപ്പം നെഹ്റു യുവ കേന്ദ്രയാണെങ്കിലും യുവജനക്ഷേമ ബോർഡാണെങ്കിലും മറ്റ് സൊസൈറ്റി രജിസ്ട്രേഷൻ ആണെങ്കിലും അത് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ ഒരു ഫുട്ബോൾ നടക്കുന്ന അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റ് നടക്കുന്ന സമയത്ത് അവരുടെ ക്ലബ്ബ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആധികാരികമായിട്ട് രേഖകളൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇത് രജിസ്ട്രേഷൻ NYKയിലാണെങ്കിലും യുവജനക്ഷേമ ബോർഡിലാണെങ്കിലും രജിസ്ട്രേഷൻ അഫിലിയേഷൻ നടത്തിക്കഴിഞ്ഞാൽ ഒരുപാട് സാധ്യതകൾ ഈ ക്ലബ്ബുകൾക്ക് കിട്ടാൻ ഉണ്ട്. അത് സ്പോർട്സ് പരമായിട്ടാണെങ്കിലും കലാപരമായിട്ടാണെങ്കിലും കിട്ടാനുള്ള സാധ്യതയുണ്ട്. അത്തരം ഒരു പ്രവർത്തനത്തിന് നെഹ്റു യുവ കേന്ദ്രയുടെ കോർഡിനേറ്ററോട് സംസാരിച്ചപ്പോഴും യുവജനക്ഷേമ ബോർഡിൻ്റെ കോർഡിനേറ്ററോട് സംസാരിച്ച സമയത്തും അവരതിന് വളരെയധികം വില്ലിംഗ് ആണ്. അപ്പോൾ നമ്മൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അഫിലിയേഷൻ നമ്മൾ നടത്താനുള്ള ഒരു പ്രോസസ്സ് ഇപ്പോൾ നടത്തുകൊണ്ടിരിക്കുകയാണ് ക്ലബ്ബുകളുടെ. അപ്പോൾ നമുക്കിപ്പോൾ ആ അഫിലിയേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടുള്ള എണ്ണം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിയിലുള്ള 8 പഞ്ചായത്തിൽ എത്ര ക്ലബ്ബുകൾ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു എണ്ണം നമുക്ക് ആ അഫിലിയേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലഭ്യമാകും. അതിനുശേഷം അവരാവശ്യപ്പെടുന്ന ഏത് പദ്ധതികളും ചെയ്തു കൊടുക്കാൻ നമുക്ക് സാധിക്കും. ഇപ്പോൾ നല്ല കഴിവുള്ള ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്പോർട്സ് അക്കാദമിയിലേക്ക് അയച്ച് പഠിപ്പിക്കാൻ സാധ്യതയുള്ള
അവസരങ്ങൾ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിനകത്തുണ്ട്. അത് ഗവൺമെൻറ് ഫണ്ട് അല്ലാതെ തന്നെ പുറത്തുനിന്ന് നോഡൽ ഏജൻസികളിൽ നിന്നും പല NGOസും ചെയ്യാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. അവരുടെ ഫണ്ടുകൾ വെച്ചിട്ട് അത്തരം കുട്ടികളെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു തരത്തിലേക്കുള്ള പ്രവർത്തനവും ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മൾ യുവാക്കളോടൊപ്പം തന്നെ വളരെ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു വിഭാഗമാണ് സ്ത്രീജനങ്ങൾ, അതുപോലെ കുട്ടികൾ. ഒരു വനിതാ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ വനിതകൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റി കഴിഞ്ഞ 9 മാസത്തിനിടയിൽ? ഇപ്പം നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും ഒരു കോർഡിനേഷനും കൂടി നടക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്തിലാണ്. ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതിയാണെങ്കിലും അതിൽ കൂടുതലായിട്ടും ഉള്ളത് സ്ത്രീകളാണ്, പ്രത്യേകിച്ച് കേരളത്തിൽ സ്ത്രീകളാണ് കൂടുതലുള്ളത്. അപ്പോൾ കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് തൊഴിലുറപ്പ് പദ്ധതിയിൽ തന്നെ ദേശീയ ശ്രദ്ധ പിടിച്ചു പറ്റിയത് കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്തിലെ മാവൂർ പഞ്ചായത്താണ്. അപ്പോൾ അത്തരത്തിലുള്ള സ്ത്രീകൾക്ക് ഇപ്പം മേറ്റുമാരായ ആളുകളുണ്ട്, തൊഴിലാളികളുണ്ട്. അപ്പോൾ അവരുടെ പരിശീലനങ്ങൾ പലതും സർക്കാർ തലത്തിലുള്ള പരിശീലനങ്ങൾ നടക്കുന്നുണ്ട്. കൂടാതെ തന്നെ അവരുടെ ഗ്രൂപ്പുകൾ തന്നെ പലതരം പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതുണ്ട്. ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ തന്നെ കോഴിക്കോട് വെച്ചിട്ട് IRDP മേള വരാൻ പോവുകയാണ്. അപ്പോൾ അത്തരം മേളകളിലേക്ക് ഈ സ്ത്രീകൾ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ കഴിയുന്നതും വിറ്റഴിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനം അത്തരത്തിൽ സർക്കാരിൻ്റെ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കുള്ള വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങൾ ഉപയോഗിച്ച് കേരളത്തിന് പുറത്തും ഇവർക്കൊരു മാർക്കറ്റിംഗ് മേഖല എങ്ങനെ കിട്ടാനുള്ള സാധ്യത നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അപ്പം അത്തരം ഒരു മേഖല അന്വേഷിച്ചിട്ട് മാർക്കറ്റിങ്ങിനൊരു വിപുലമായ സംവിധാനം കിട്ടിക്കഴിഞ്ഞാൽ ഒത്തിരി പ്രോഡക്റ്റുകൾ, കുടുംബശ്രീയുടെ ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ ഇതുപോലെ സ്ത്രീകളുടെ ഗ്രൂപ്പുകൾ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റുകൾ നമുക്ക് പുറത്തേക്ക് കൊടുക്കാൻ കഴിയുന്ന സമയത്ത് സ്ത്രീകളിലൂടെ ഒരു വരുമാനം ഒരു വീട്ടിലേക്ക്, ഗൃഹനാഥയായ ആ വീട്ടിലേക്ക് കിട്ടുന്ന സമയത്ത് ആ വീടും കൂടി അതിനകത്ത് ഒരു പുതിയൊരു ജീവിത രീതിയിലേക്ക് മാറാൻ വേണ്ടി സാധിക്കും. അപ്പം അത്തരത്തിലുള്ള ഒരു ഗ്രൂപ്പ് ഫോർമേഷനും കൂടി നമ്മൾ നടത്തുക എന്നുള്ളത് നമ്മുടെ മുന്നിലുണ്ട്. ഇതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സ്ത്രീകളുടെ കൂട്ടായ്മയാണ് കുടുംബശ്രീകൾ. കുടുംബശ്രീയുടെ പ്രവർത്തനം എങ്ങനെയാണ്? ഈ പറയുന്ന ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ നിരവധി ആയിരക്കണക്കിന് കുടുംബശ്രീകൾ എന്തായാലും ഉണ്ടാകും, 8 പഞ്ചായത്തുകളിലും ചേർന്നുകൊണ്ട്. അപ്പം എങ്ങനെയാണ് കുടുംബശ്രീ യൂണിറ്റുകളൊക്കെ പ്രവർത്തിക്കുന്നത്? എന്താണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇക്കാര്യത്തിൽ പറയുന്നത്? നിലവിൽ വളരെയധികം നന്നായി പ്രവർത്തിക്കുന്ന ഒരു കുടുംബശ്രീയുള്ള ഒരു പ്രദേശമാണ് കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത്. ഈ കുടുംബശ്രീയുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുടുംബശ്രീയിൽ തന്നെ യൂണിറ്റ് തുടങ്ങിയിട്ട് മാർക്കറ്റിംഗ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നിർത്തലാക്കപ്പെട്ടു പോയ സംരംഭങ്ങൾ ഒരുപാടുണ്ട്. അവരെ ഒന്നുകൂടി പ്രൊമോട്ട് ചെയ്ത് അവർക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, അവർ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കും, അത് വിപണി കണ്ടെത്താൻ പറ്റാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. അപ്പോൾ ആ ഒരു വിപണി കണ്ടെത്തി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ സ്ത്രീകളുടെ ഈ പ്രൊഡക്റ്റ് സെയിലാവുകയും അവർക്ക് അതിനനുസരിച്ചുള്ള വരുമാനം ലഭ്യമാവുകയും ചെയ്യും. അപ്പം അത്തരത്തിലുള്ള പ്രവർത്തനമാണ് ഇനി നമ്മൾ മുന്നോട്ട് കണ്ടുകൊണ്ട് അടുത്ത് വരുന്ന പദ്ധതികളിലേക്ക് ഉൾപ്പെടുത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നത്. ഇതേപോലെ തന്നെ മറ്റൊരു വിഷയമാണ് ഈ കുട്ടികളുടെ കാര്യം. കുട്ടികൾക്കായിട്ട് നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റിയത്? ഇപ്പോൾ കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൽ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ഒരു യോഗം കഴിഞ്ഞു. കളക്ടർ ഇനീഷ്യേറ്റീവ് എടുത്ത് നടത്തുന്ന ഒരു സോഷ്യൽ ജസ്റ്റിസ് ബോർഡിന്. കാരണം ഒരുപാട് ഇഷ്യൂവിൽ പെട്ടുപോകുന്ന കുട്ടികളുണ്ട്. ചിലപ്പം വീട്ടിലുള്ള പ്രശ്നങ്ങളാവാം, സ്കൂളിൽ ഇപ്പം പൊതുവെ പറഞ്ഞാൽ സ്കൂളിൽ തന്നെ പിൻബെഞ്ചിനകത്ത് പാർശ്വവൽക്കരിക്കപ്പെടുന്ന ഒരു പറ്റം കുട്ടികളുണ്ട്. ചിലപ്പോൾ അവർക്ക് പഠിക്കാനുള്ള കഴിവുകളുണ്ടാവും, ചിലപ്പം വീട്ടിൽ അച്ഛൻ്റെയോ അമ്മയുടെയോ അടുത്തുനിന്ന് വരുന്ന പ്രശ്നങ്ങളുണ്ടാവും, ചിലപ്പം വീട്ടിൽ അച്ഛൻ മദ്യപിച്ച് വരുന്നതുകൊണ്ടുണ്ടാവുന്ന ഇഷ്യൂസ് ഉണ്ടാവും, സ്കൂളിലുള്ള ഇഷ്യൂസ് ഉണ്ടാവും, ക്ലാസ്സിൽ നിന്ന് മനസ്സിലാവാത്തതുകൊണ്ട് പേടി കൊണ്ട് ഉള്ള കുറേ കുട്ടികൾ, അങ്ങനെ ഒരുപാട് ഇപ്പം വഴി യാത്രകളിൽ ചൂഷണം ചെയ്യപ്പെടുന്ന കുട്ടികളുണ്ട്. അപ്പം അത്തരം ഒരു കുട്ടികളെ കേന്ദ്രീകരിച്ച് തന്നെ അവരുടെ അവകാശങ്ങൾ മുറുകെ പിടിക്കുന്നതോടൊപ്പം തന്നെ അവരെ ആ ഒരു വാത്സല്യവും നിലനിർത്തിക്കൊണ്ട് പോകുന്നതിന് തരത്തിലുള്ള ഒരു പദ്ധതിക്ക് നമ്മൾ രൂപം കൊടുത്തിട്ടുണ്ട്. അതിരുകളില്ലാത്ത ആകാശം എന്ന് പറയുന്നത് നമ്മുടെ ഒരുപാട് കോളനികളുള്ള ഒരു ബ്ലോക്ക് പഞ്ചായത്താണ്. അപ്പം അത്തരമുള്ള കുട്ടികളെല്ലാം കൂടി അവരുടെ അവകാശങ്ങൾ ഇന്നതൊക്കെയാണ്, അവർക്ക് കിട്ടാനുള്ള സാധ്യതകൾ ഇന്നതൊക്കെയാണ് എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ അവരാണ് ഈ നാടിനെ നയിക്കേണ്ടത് എന്നുള്ള ഒരു ബോധം അവരിലേക്ക് കൊടുക്കുന്ന തരത്തിലേക്കുള്ള ഒരു പരിപാടി സാമൂഹ്യനീതി വകുപ്പുമായി ചേർന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഇത് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞതാണ് കോളനികളുടെ കാര്യം. ഇപ്പം നിരവധി കോളനികൾ ഉണ്ടെന്ന് പറയുന്നു. ഇപ്പം ബ്ലോക്ക് പഞ്ചായത്തിന് ഈ കോളനികളുടെ കാര്യത്തിൽ, അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുന്ന കാര്യത്തിൽ, ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തുന്ന കാര്യത്തിൽ എങ്ങനെയൊക്കെയാണ് ഇടപെടാൻ പറ്റുക? കഴിയുന്നത്രയും നിലവിലെ ഭരണസമിതികൾ ചെയ്തു വെച്ചതിൻ്റെ തുടർച്ചയാണല്ലോ നമ്മുടെ ഭരണസമിതി. അപ്പോൾ ആ പദ്ധതികളുടെ മുന്നോട്ട് കൊണ്ടുപോകുന്ന തരത്തിലേക്ക് തന്നെ അതുമായി ലിങ്ക് ചെയ്ത് നിലവിൽ കോളനികളെ ഒന്നുകൂടി ശാക്തീകരിക്കുന്ന, അത് കുട്ടികളെ മാത്രമല്ല അവിടുത്തെ സ്ത്രീകളെയാണ് എങ്കിലും അവിടെയുള്ള പ്രായമായ ആളുകളെയാണെങ്കിലും ഒന്നുകൂടി. പല കോളനികളും ശോചനീയമായ അവസ്ഥയിലാണ് ഇപ്പോഴും. റോഡില്ല, അടിസ്ഥാന സൗകര്യം, കുടിവെള്ളം ലഭ്യമാകാത്ത അവസ്ഥ.
അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ട് ഒരു വികസനം ആണ് നടപ്പാക്കേണ്ടത്. അതിനായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും? മൊത്തത്തിലൊരു വികസനമാണ് നമ്മൾ ലക്ഷ്യം. കുടിവെള്ളമാണോ, അവരുടെ ഏതാണോ അവർക്ക് പ്രശ്നം, വഴിയാണെങ്കിൽ വഴിയിൽ നമുക്ക് ഇടപെട്ട് എന്ത് ചെയ്യാൻ സാധിക്കും. അപ്പോൾ വൈദ്യുതി ഇല്ലാത്തതാണോ, അല്ലെങ്കിൽ വീട് ലഭ്യമാകാത്തതാണോ, ചിലപ്പം ചെറിയ ഒരു കൈവശ സർട്ടിഫിക്കറ്റിൻ്റെ പേരിലായിരിക്കാം ചിലപ്പോൾ ഒരു വീട് നിഷേധിക്കപ്പെട്ടു പോകുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഇടപെടലും കൂടി ബ്ലോക്ക് പഞ്ചായത്ത് സർക്കാരിൽ നിന്ന് വരുന്ന ഫണ്ടുകൾ ഉപയോഗിച്ച് ചെയ്യാനുള്ള പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കോളേജിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പഠന വീട് പല പഞ്ചായത്തുകളും ചെയ്യുന്നുണ്ട്. ആ പഠന വീടുമായിട്ട് ചെയ്യുന്ന സമയത്ത് ബ്ലോക്ക് പഞ്ചായത്തിൽ ആ പഠന വീട് എത്രത്തോളം സക്സസ് ആക്കി ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു പരീക്ഷണവും കൂടി നമ്മൾ ഇത്തവണ ഒരു പൈലറ്റ് പ്രോജക്റ്റ് ആയിട്ട് കൂടി നമ്മൾ ഇത്തവണ പഠന വീട് ഒന്നുകൂടി ഒരു നല്ലൊരു സെലിബ്രേഷൻ പ്രോഗ്രാംസ് ഒക്കെ നടത്തി കുട്ടികൾക്ക് ഞങ്ങളുടെ അവകാശങ്ങൾ ഇന്നതാണ്, അല്ലെങ്കിൽ നമുക്ക് കോളനിയിലുള്ള കുട്ടികൾക്കാണെങ്കിലും ഞങ്ങൾക്ക് തുടർന്ന് പഠിക്കാനുള്ള സാധ്യതകൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പലതും കിട്ടാനുണ്ട് എന്നുള്ളതും കൂടി അവർക്ക് മനസ്സിലാക്കി കൊടുത്ത് അവരെ പഠന നിലവാരം ഉയർത്തിക്കൊണ്ടുവരിക. അപ്പോൾ മുതിർന്ന ആളുകളെ ഒരു പരിധി കഴിഞ്ഞാൽ മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് നമ്മൾ വിചാരിച്ച സാധ്യമേ അല്ല. പക്ഷേ ഈ വളർന്നു വരുന്ന കുട്ടികളെ നമ്മൾ ഇപ്പോഴേ അവരെ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി അവരോടൊപ്പം നിന്ന്, കാരണം വേറിട്ട് കണ്ടല്ലാതെ അവരോടൊപ്പം നിന്നുകൊണ്ട് അവരുടെ എല്ലാ കാര്യങ്ങളും ദൈനംദിനമായിട്ട് സ്കൂൾ കാര്യങ്ങളാണെങ്കിലും അവർക്ക് പഠിക്കാൻ സാധിക്കാത്തതിൻ്റെ വിഷയങ്ങൾ, ഇപ്പം അച്ഛൻ മദ്യപിക്കുന്നുണ്ടോ അല്ലെങ്കിൽ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ ഇല്ലാത്തത് കൊണ്ടാണോ എന്ന മുഴുവൻ പ്രശ്നങ്ങളിലും നമ്മൾ ഇടപെടുകയും അതിനെക്കൊണ്ട് ഇടപെടിക്കാൻ സാധിക്കുന്ന പല കൂട്ടായ്മകളും ഉൾപ്പെടുത്തിക്കൊണ്ട് കോളനികളെ ഒന്ന് ശാക്തീകരിക്കപ്പെടുന്ന തരത്തിലേക്ക് എത്തിക്കാനാണ് ശ്രമിക്കുന്നത്. എന്തായാലും കോളനികളുടെ കാര്യത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത്. ഇതോടൊപ്പം തന്നെയാണ് മറ്റൊരു രംഗത്തേക്ക് വന്നാൽ, ഈ ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് പറയുന്നത് 8 പഞ്ചായത്തുകൾ ചേർന്ന ഭാഗമാണ്. അപ്പം നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ സാംസ്കാരിക രംഗത്തെ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നമ്മൾ സാംസ്കാരിക രംഗത്ത് നടത്തുന്നത്? കാരണം സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ ഫോക്ലോർ അക്കാദമി എന്ന് പറയുന്ന ഒരു വലിയൊരു പ്രോജക്റ്റ് ഉണ്ട്. അപ്പം അതിലൂടെ തന്നെ ഒരു പരിമിതി വരെ നമുക്ക് ഇത്തരം കഴിവുകളുള്ള കുട്ടികളെ കണ്ടെത്താൻ സാധിക്കും. ഒരുപക്ഷെ വീട്ടിൽ ഉള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കാം പല കുട്ടികളും അത്തരം കഴിവുകൾ പ്രദർശിപ്പിക്കുവാനോ അല്ലെങ്കിൽ അതൊന്ന് പരിപോഷിപ്പിച്ചെടുക്കുവാനുള്ള സാമ്പത്തിക പ്രയാസം കൊണ്ടായിരിക്കാം പല കുട്ടികളുടെയും കഴിവ് പുറത്തറിയപ്പെടാതെ പോകുന്നത്. അപ്പം അത്തരത്തിലുള്ള ഒരു പ്രവർത്തനവും കൂടി മുന്നോട്ട് വയ്ക്കാനുള്ള ഒരു പരീക്ഷണം എന്ന് തന്നെ പറയാം, ഒരു പരീക്ഷണം കൂടി ഞങ്ങൾ നടത്തി നോക്കാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ പ്രായമായ ആളുകളുടെ ഒരു വയോജന സൗഹൃദം എന്ന് പറയുന്ന ഒരു പരിപാടി കൂടി ലിങ്ക് ചെയ്ത് കുട്ടികളും വയോജനങ്ങളും അവരെ രണ്ടുപേരും ഇപ്പം മുതിർന്ന ആളുകളുടെ അവരുടെ ഒരു അനുഭവം കൂടി ഷെയർ ചെയ്ത് അത് കുട്ടികളിലൊരു മാറ്റം കൂടി ഉണ്ടാക്കാൻ സാധിക്കുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് കൾച്ചറൽ പ്രോഗ്രാമുകൾ എങ്ങനെ ലിങ്ക് ചെയ്യാം, അത്തരത്തിലുള്ള പദ്ധതികൾക്കും കൂടി ലക്ഷ്യമിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും പദ്ധതികളാണ് നമ്മൾ നടപ്പാക്കുന്നത്. ഈ കലയോടൊപ്പം കലാസാംസ്കാരിക രംഗത്തോടൊപ്പം ചേർത്ത് വയ്ക്കാവുന്ന മറ്റൊരു കാര്യമാണ് കായിക രംഗം. നിരവധി കായിക താരങ്ങൾ അല്ലെങ്കിൽ കായിക പ്രതിഭകൾ ഉള്ള ഒരു പ്രദേശം കൂടിയാണ് ഇതൊക്കെ. അപ്പം കായിക രംഗത്ത് നമുക്ക് എന്തൊക്കെ ഇടപെടാൻ പറ്റും? ഇപ്പോൾ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുക എന്ന് പറയുന്നത് ഗ്രൗണ്ടുകൾ ഉണ്ടാക്കി കൊടുക്കുക, അതുപോലെ മറ്റു പല സൗകര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് കായിക രംഗത്ത്? ഇപ്പോൾ നമ്മൾ പല പഞ്ചായത്തുകളോടും അടുത്ത വർഷത്തേക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമുക്ക് സ്ഥല ലഭ്യത ഉറപ്പുവരുത്തുന്ന ഗ്രൗണ്ട് നമുക്ക് നവീകരിക്കുന്നതിന് വേണ്ടിയിട്ട് പഞ്ചായത്ത് വെക്കുന്ന പദ്ധതിയിലേക്ക് ബ്ലോക്ക് പഞ്ചായത്തിന് നമ്മുടെ ഷെയർ കൊടുക്കാൻ സാധിക്കും. അപ്പോൾ അത്തരത്തിലുള്ള സ്ഥലം കണ്ടുപിടിക്കുന്നതിലേക്ക് പഞ്ചായത്തുകൾ ഒരു നേതൃത്വം കൊടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് ചെറിയൊരു സാമ്പത്തിക സഹായം, ബ്ലോക്കിന് ഫണ്ട് വളരെ പരിമിതമാണ്, ചെറിയൊരു ഫണ്ട് കൊടുക്കുകയും കുറച്ചുകൂടി ജനകീയ പങ്കാളിത്തത്തോടു കൂടി ഒരു ഗ്രൗണ്ട് ഇല്ലാത്ത പഞ്ചായത്തുകളിൽ ഉണ്ടാക്കിയെടുക്കുന്നതിനുള്ളൊരു പ്രവർത്തനം നമ്മൾ ആശയം പലരോടും പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ പ്രവാസി കൂട്ടായ്മകൾ അങ്ങനെ തയ്യാറായി വന്നിട്ടുണ്ട്. ഒത്തിരി യുവജന ക്ലബ്ബുകളുടെ ഒരു കോർഡിനേഷൻ തന്നെ നമ്മൾ കൊണ്ടുവരാനുള്ള ഒരു പ്രധാന കാരണം ഇത്തരം ഗ്രൗണ്ടുകൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്നതിൽ നിന്നാണ്. അപ്പോൾ ഒരുപാട് ക്ലബ്ബുകൾ പല ചെറിയ ഗ്രൂപ്പുകളായിട്ട് നിൽക്കുന്ന സമയത്ത് ചെയ്യാൻ സാധിക്കാത്തതിനേക്കാൾ കൂടുതലായിട്ട് ഇവരെല്ലാം കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഒരു നാടിന്റെ വികസനത്തിന് ഭാഗമായിട്ട് ഇടപെടാൻ സാധിക്കും. അപ്പം അത്തരത്തിലുള്ള ഒരു ഇടപെടലും കൂടി നടത്തി കഴിയുന്ന സമയത്ത് ഒരു സ്പോർട്സിനകത്ത് കായിക രംഗത്തും ഒരു വലിയ മാറ്റം സൃഷ്ടിക്കുവാൻ സാധിക്കും. ഇപ്പോൾ പെരുവേൽ പഞ്ചായത്തിൽ എൻ്റെ ഡിവിഷനിൽ തന്നെ നല്ല രീതിയിൽ പ്രവർത്തനം നടത്തുന്ന ഒരു അഭിലാഷ് എന്ന് പറയുന്ന ക്ലബ്ബുണ്ട്. പഞ്ചായത്തുമായിട്ട് നല്ല സഹകരണമാണ്, കേരളോത്സവത്തിലൊക്കെ ആണെങ്കിലും. അപ്പോൾ അവിടെ ഒരുപാട് കുട്ടികൾ, അത് ഫുട്ബോൾ പ്ലെയേഴ്സായിട്ട് ഒരുപാട് കുട്ടികൾ ജില്ലാ തലത്തിലേക്കൊക്കെ സെലക്ഷൻ നേടിയ കുട്ടികളുണ്ട്. അപ്പോൾ അവിടുത്തെ ഒരു പരിശീലനവും അത്തരത്തിലുള്ള ക്ലബ്ബുകളുടെ ഒരു പരിശീലനവും ചിലപ്പം പരിശീലകരുടെ ഫീസ് കൊടുക്കാൻ സാധിക്കാത്തതായിരിക്കാം ചില ക്ലബ്ബുകളുടെ പ്രവർത്തനം നിന്നു പോകാൻ
കാരണമായിരിക്കുന്നത്. അപ്പം അത്തരത്തിൽ അവർക്ക് ഒരു മോട്ടിവേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളും അവരുടെ തൊട്ടു പുറകെ നിങ്ങൾക്ക് ഒരു ആത്മവിശ്വാസം പകർന്ന് അവരെ മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കുകയാണെങ്കിൽ കായിക രംഗത്തും മാറ്റം സൃഷ്ടിക്കാൻ സാധിക്കും. നമ്മൾ മറ്റൊരു കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സാമ്പത്തിക രംഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളുടെ കോർഡിനേറ്ററാണ് ശരിക്കും ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ഫണ്ട് ചെയ്യുന്ന കോർഡിനേറ്ററാണ്. അപ്പം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? ഇപ്പോൾ ഇറിഗേഷൻ പദ്ധതി നമ്മൾ തുടക്കം പറഞ്ഞ പോലെ തന്നെ അതിനകത്ത് IWMP, അതിപ്പം പേര് മാറി കൃഷി സിഞ്ചായി യോജന എന്ന് പറയുന്ന കേന്ദ്രത്തിൻ്റെ ഒരു ഫണ്ട് പദ്ധതി നമ്മുടെ പ്രവർത്തനത്തിൽ നടക്കുന്നുണ്ട്. അത് നീർത്തടാധിഷ്ഠിത പരിപാലന പരിപാടിയായിട്ടാണ് നടക്കുന്നത്. ഒരു നീർത്തടം ഉള്ള ഒരു പ്രദേശമാണ് കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്തിലെ മിക്ക പഞ്ചായത്തുകളും, പല ഭാഗങ്ങളും, മാവൂര്, അതുപോലെ തന്നെ ചാത്തമംഗലം, അങ്ങനെ പെരുവേൽ പഞ്ചായത്ത്, അങ്ങനെ കുറേ നീർത്തടത്തിൻ്റെ ഏരിയയിൽ വരുന്ന നീർത്തടമായിട്ട് തയ്യാറാക്കപ്പെട്ടിരിക്കുന്ന ഒരു ഏരിയയാണ്. അതിൻ്റെ മുൻപ് വർഷങ്ങളിൽ തന്നെ അതിനൊരു ഡീറ്റെയിൽ പ്രോജക്റ്റ് റിപ്പോർട്ടുണ്ട്. അതനുസരിച്ച് ഒരുപാട് കുളങ്ങളും ഒരുപാട് നീർച്ചാലുകൾ സംരക്ഷിക്കപ്പെടുന്നതായിട്ടുള്ള പദ്ധതിയുണ്ട്. അതോടൊപ്പം ആ പദ്ധതി കോർഡിനേഷൻ വരുന്നത് ബ്ലോക്ക് പഞ്ചായത്തിലാണ്. അതുപോലെ തന്നെ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ ഒരു കോർഡിനേഷൻ വരുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് വഴിയാണ്. അപ്പം അത്തരം വരുന്ന പദ്ധതികളെല്ലാം കഴിയുന്നത്ര നമുക്ക് എങ്ങനെ ഇടപെട്ട് ജനങ്ങളിലേക്ക് അത് ഒന്നുകൂടി ഉൾപ്പെടുന്ന രീതിയിലേക്ക് നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ള എല്ലാ പരീക്ഷണങ്ങളും ചെയ്യാനും അതിൻ്റെ സംയോജന സാധ്യതകൾ നടത്താൻ വേണ്ടി തയ്യാറായിരിക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഇത്തവണ തന്നെ ഈ ഓഗസ്റ്റ് മാസത്തിൽ തന്നെ നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയുടെ ലേബർ ബഡ്ജറ്റ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്യണം ആ വാർഡിനകത്ത് എന്നുള്ളതിൻ്റെ ലേബർ ബഡ്ജറ്റ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിനകത്ത് നമ്മൾ ഒരു അംഗനവാടി ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെയ്യാമെന്നുള്ളത് പുതിയ സർക്കുലറാണ്. അപ്പോൾ നമ്മൾ തൊഴിലുറപ്പ് ഓഫീസറുടെ അടുത്ത് നമ്മുടെ സ്റ്റാഫിനടുത്ത് പറഞ്ഞു, അത് ആ പഞ്ചായത്തിലേക്ക് പറഞ്ഞു. പഞ്ചായത്ത് വളരെയധികം സപ്പോർട്ടായിട്ട് അത് ആ അംഗനവാടി തൊഴിലുറപ്പ് പദ്ധതിയുമായിട്ട് ലിങ്ക് ചെയ്ത് ചെയ്യാൻ സാധിക്കും. അപ്പം നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഫണ്ടും തൊഴിലുറപ്പിൻ്റെ തൊഴിലാളികൾ എടുക്കുന്ന ആ ഒരു എഫേർട്ടും കൂടി ചേരുന്ന സമയത്ത് ഒരു നല്ല ഒരു മാതൃക അംഗനവാടി സൃഷ്ടിക്കപ്പെടാൻ സാധിക്കും. അതുപോലെ തന്നെ ഗ്രൗണ്ട്, മാവൂർ പഞ്ചായത്ത് ദേശീയ ശ്രദ്ധ നേടിയത് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് മാവൂർ പഞ്ചായത്തിലെ ആ ഗ്രൗണ്ട് നവീകരിച്ചതുകൊണ്ടാണ്. അപ്പോൾ അത്തരത്തിൽ ഒരു സംയോജിത സാധ്യതകളും ബ്ലോക്ക് പഞ്ചായത്തിനകത്ത് വന്നിരിക്കുകയാണ്. അത് തൊഴിലുറപ്പും കൃഷിയും ചെയ്യാം, തൊഴിലുറപ്പും അംഗനവാടിയും ചെയ്യാം, കുടുംബശ്രീ ആയിട്ട് ചെയ്യാം. അപ്പോൾ ആസ്തി ഡെവലപ്പ് ചെയ്യണ പദ്ധതികൾ ചെയ്യണം എന്നാണ് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അത്തരം ഒരു പദ്ധതിയിലേക്കും സംയോജിത സാധ്യതകൾ നമ്മൾ മുന്നോട്ട് പോവുകയാണെന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ കേരളത്തിൽ തന്നെ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ സ്ഥാപനങ്ങളിലൊന്ന് പ്രവർത്തിച്ചിരുന്നത്, അല്ലെങ്കിൽ വ്യവസായ സ്ഥാപനങ്ങളിലൊന്ന് പ്രവർത്തിച്ചിരുന്നത് താങ്കളുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ്, മാവൂരിലെ ഗോളി റയൺസ്. ഇപ്പോൾ പൂട്ടിക്കിടക്കുകയാണ്. വർഷങ്ങളായിട്ട് പല പദ്ധതികളും നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ അത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിയിൽ മാത്രം വരുന്ന കാര്യമല്ല, എന്നാലും നമ്മളുടെ ഭാഗത്ത് വരുന്നൊരു സ്ഥലമായതുകൊണ്ട് ചോദിക്കുകയാണ്. ഇപ്പോൾ എന്താണ് അവസ്ഥ മാവൂർ ഗോളി റയൺസിൻ്റെ? മാവൂർ ഗോളി റയൺസ് എൻ്റെ ഒരു കുട്ടിക്കാലത്താണെങ്കിലും നല്ലോണം ഏത് സന്ധ്യ ഒരു വൈകുന്നേരം ആവുന്ന സമയത്തും നിറയെ ആളുകളുള്ള ഒരു പ്രദേശം. കോഴിക്കോട് നഗരത്തേക്കാൾ വലിയ വികസനം മാവൂരിൽ നടന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എപ്പോഴും ആളുകളുള്ള ഒരു കാലത്ത് ആ ഒരു പ്രദേശമാണ് ഇന്നിപ്പം പെട്ടെന്ന് ആ ഒരു പ്രദേശം വെറുതെ കിടക്കുകയാണ്. ആ ഭൂമി സർക്കാരുകളുടെ ഇടപെടലുകൾ പലപ്പോഴും വരുന്നുണ്ട് എന്നറിയുന്ന സമയത്ത് നമ്മൾക്ക് വളരെ ആശ്വാസമാണ്. നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു പ്രദേശം ഏതെങ്കിലും ഒരു വികസനത്തിലേക്ക് ഒരു നേട്ടം കൈവരിക്കും എന്നുള്ളത്. ആ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഇപ്പോഴും നമ്മൾ കാത്തു നിൽക്കുന്നത്. സർക്കാർ അതിനുള്ള ഒരു ഇടപെടൽ നടത്തും എന്നുള്ളൊരു പ്രതീക്ഷ നമ്മളിലുണ്ട്. അതോടൊപ്പം തന്നെയാണ് ടൂറിസം എന്ന് പറയുന്നത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിയിൽ വരുന്ന കാര്യമൊന്നുമല്ല. പക്ഷേ മാവൂരിൽ ദേശാടന പക്ഷികളൊക്കെ വ്യാപകമായിട്ട് വരുന്നുണ്ട്. ഇനിയും ഒരുപാട് വികസിപ്പിക്കാൻ പറ്റും ഈ മാവൂർ ഉൾപ്പെടെയുള്ള മേഖലയിൽ, അല്ലെങ്കിൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. എന്താണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന് അതിലെന്തെങ്കിലും ഒരു ആശയമുണ്ടോ? മാവൂർ പഞ്ചായത്ത് ഭരണസമിതിയായിട്ട് നമ്മൾ സംസാരിച്ച് കഴിഞ്ഞ സമയത്ത് അവരതിൻ്റെ ഒരു പദ്ധതി ആസൂത്രണം മുൻ ഭരണസമിതിയിൽ തന്നെ അവർ നടത്തിയിരുന്നു. അപ്പോൾ അത് സംസാരിച്ച് കഴിഞ്ഞ സമയത്ത് അത് ഒരുപാട് പേർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ്. അതിനകത്ത് ടൂറിസത്തിൽ ഡയറക്റ്റായിട്ട് ബ്ലോക്ക് പഞ്ചായത്തിന് ഇടപെടാൻ സാധിക്കില്ല. പക്ഷേ പഞ്ചായത്തിന് അത് ഇടപെടുന്ന സമയത്ത് സർക്കാരിൻ്റെ ഒരു സപ്പോർട്ടും കിട്ടിക്കഴിഞ്ഞാൽ അവിടേക്ക് ഒരുപാട് സ്ത്രീകളുടെ ഇതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ പോലെ മാർക്കറ്റിങ്ങിന് ഒരവസ്ഥ ഇല്ലാത്തതാണ്. സ്ത്രീകളുടെ പല പ്രോഡക്റ്റുകളും സെയിൽ ചെയ്യപ്പെടാൻ പറ്റാതെ പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാധ്യത വരുന്ന സമയത്ത് അങ്ങനെയുള്ള സംരംഭങ്ങൾ ബ്ലോക്ക് പഞ്ചായത്തിന് സപ്പോർട്ട് ചെയ്ത് അവിടെ കൊടുക്കാൻ സാധിക്കും.
അപ്പം അത്തരത്തിലൊരു ഇടപെടൽ നടത്താൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് പഞ്ചായത്ത് ഭരണസമിതി എടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്തും അതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നുണ്ട്. സർക്കാരിലേക്ക് അതിൻ്റെ നിവേദനങ്ങളൊക്കെ പോയി കഴിഞ്ഞതുമാണ്. നമ്മൾ ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വന്നാൽ നമ്മൾ തനത് ഫണ്ട് വളരെ അത്യാവശ്യമായ കാര്യമാണ്. നമുക്ക് കേന്ദ്ര ഫണ്ടുകളും അല്ലെങ്കിൽ സംസ്ഥാന ഫണ്ടുകളൊക്കെ വരുന്നുണ്ടാകും. അതിനപ്പുറത്തേക്ക് നമ്മൾ സ്വന്തമായിട്ട് ആവിഷ്കരിക്കുന്ന പദ്ധതികൾക്ക് നമ്മുടെ സ്വന്തം ഫണ്ട് തന്നെ ആവശ്യമുണ്ട്. അപ്പം എന്താണ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സാമ്പത്തിക അവസ്ഥ? ഇപ്പോൾ കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് ഇതുവരെ തനത് ഫണ്ട് വളരെ കുറവുള്ള ഒരു ബ്ലോക്ക് പഞ്ചായത്തായിരുന്നു. കഴിഞ്ഞ ഭരണസമിതി വളരെ താല്പര്യത്തോടു കൂടി എടുത്ത ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണം ഇപ്പോൾ ഏകദേശം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ആ ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞാൽ ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഓൺ ഫണ്ട് വരുന്ന ഒരു ബ്ലോക്ക് പഞ്ചായത്തായിട്ട് മാറാൻ പോവുകയാണ്. അത് വന്നു കഴിഞ്ഞാൽ ഒരുപാട് ബ്ലോക്ക് പഞ്ചായത്ത് മാറ്റങ്ങൾ ഉണ്ടാക്കാനും സാധിക്കും. ഒരുപാട് ഇന്നോവേറ്റീവായ പ്രോജക്റ്റ് തയ്യാറാക്കും. എന്തെങ്കിലും പദ്ധതികൾ ഇപ്പൊ നമ്മൾ ബ്ലോക്ക് പഞ്ചായത്ത് ഈ പറഞ്ഞ പോലെ ഷോപ്പിംഗ് കോംപ്ലക്സ് ഏകദേശം പണി കഴിഞ്ഞു. ഇനി എന്തെങ്കിലും പദ്ധതികൾ ആലോചിക്കുന്നുണ്ടോ ഈ രംഗത്ത്? ഇപ്പം ബ്ലോക്ക് പഞ്ചായത്ത് ആലോചിക്കുന്നത് ഒരു സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ തുടങ്ങണം എന്നുള്ളതാണ്. അത് ഈ വർഷത്തെ നമുക്ക് ഫണ്ട് ലഭ്യത കുറവുകൊണ്ടാണ് നമുക്ക് അതിനകത്ത് ഉൾപ്പെടുത്താൻ സാധിക്കാതെ പോയത്. അടുത്ത വർഷങ്ങളിലേക്ക് ഏതൊരു മേഖലയിലുള്ള ആളുകൾ വന്നാലും, അത് യുവജനമായാലും സ്ത്രീകളാണ് എങ്കിലും അല്ലെങ്കിൽ അതിനിടയിൽ നിൽക്കുന്ന ആളുകൾക്ക് പലതരത്തിലുള്ള പരിശീലനങ്ങൾ കൊടുക്കാൻ സാധിക്കുന്ന തരത്തിൽ ഒരു സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്റർ രൂപീകരിക്കണം എന്ന് വളരെയധികം ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ചില സ്കൂളിൽ പഠിച്ചു കഴിഞ്ഞാലും ഒരു ബേസിക് എഡ്യൂക്കേഷൻ, അതായത് ഒരു തൊഴിലധിഷ്ഠിത കോഴ്സ് പഠിക്കാത്തതിന്റെ ഒരു പ്രശ്നം നമ്മുടെ പല യുവാക്കൾക്കും വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ യുവജനങ്ങൾ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം. വെൽ ക്വാളിഫൈഡ് ആയിരിക്കും, പക്ഷെ അവർക്ക് പറഞ്ഞതുപോലെ തൊഴിൽ ചെയ്യാൻ ആവശ്യമായ അടിസ്ഥാന സൗകര്യം കിട്ടിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അടിസ്ഥാന വിദ്യാഭ്യാസം ലഭിക്കാത്ത പോരായ്മയുണ്ട്. അതുകൊണ്ട് തന്നെ അതിനൊരു പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാകേണ്ടതായിട്ടുണ്ടെന്നാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന് പറയാനുള്ളത്. നമ്മളിപ്പോൾ ഒരു വർഷമായിട്ട് അല്ലെങ്കിൽ ഒരു വർഷത്തോളമായിട്ട് അല്ലെങ്കിൽ 9 മാസം കഴിഞ്ഞിരിക്കുകയാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എന്നതിൽ. എന്തൊക്കെയാണ് നമ്മളിനി ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഏറ്റവും ആദ്യം ചെയ്യണമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആഗ്രഹിക്കുന്ന കാര്യം എന്താണ്? ഞാനിപ്പോൾ അവസാനം പറഞ്ഞില്ലേ, അപ്പോൾ ഇനി വരുന്ന ഒരു വർഷങ്ങളിൽ നമുക്ക് അത്തരം ഒരു പരിശീലനം കൊടുക്കാൻ കഴിയുന്ന തരത്തിലേക്ക് നമ്മുടെ പ്രദേശത്ത് ഒരുപാട് എല്ലാവരും സാധാരണക്കാരാണ്. അപ്പോൾ അവർക്ക് ഒരുപാട് ബസ് ഫെയർ ഒന്നും കൊടുത്ത് ദൂരെ പോയിട്ടൊരു പരിശീലനം തേടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം പ്രയാസമാണ്. അപ്പം അത്തരം ആളുകൾക്ക്, അത് യുവാക്കളാണെങ്കിലും സ്ത്രീകളാണെങ്കിലും ആർക്ക് വേണമെങ്കിലും നമുക്കൊരു പരിശീലനം കൊടുക്കാൻ സാധിക്കുന്ന തരത്തിലേക്ക് ഒരു പരിശീലന കേന്ദ്രം, ഒരു സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്റർ, അത് IT ആണെങ്കിലും മറ്റേത് സെക്ടർ ആണെങ്കിലും ഒരു തൊഴിൽ പരിശീലന കേന്ദ്രം, ഒരു അടിസ്ഥാനമായിട്ട് അവരെ ഏതെങ്കിലും ഒരു സ്കിൽ അവർക്ക് കൊടുക്കാൻ സാധിക്കുന്ന ഒരു സെൻറ്റർ തുടങ്ങണമെന്നാണ് അതിയായിട്ട് ആഗ്രഹിക്കുന്നത്. അതിനായിരിക്കും നമ്മൾ പ്രഥമ പരിഗണന ഈ പറയുന്ന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എന്നല്ല, നമ്മൾ ഒറ്റയ്ക്ക് തീരുമാനിക്കാൻ കഴിയുന്ന കാര്യമല്ല. എന്നാലും കാരണം ഇതിൻ്റെ ഒരു സ്ഥാപനം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ മതി. കാരണം ഒരുപാട് പരിശീലനങ്ങൾ കൊടുക്കാൻ സർക്കാർ തലത്തിലും സർക്കാർ ഇതര ഫണ്ടുകൾ പരിശീലനത്തിന് വേണ്ടി മാറ്റി വെച്ചിട്ട് ചെലവഴിക്കപ്പെടാതെ പോകുന്നതുണ്ട്. അത് വഴി തിരിച്ച് നമ്മുടെ ബ്ലോക്കിലേക്ക് എത്തിക്കാൻ സാധിക്കുകയാണെങ്കിൽ 8 പഞ്ചായത്തിലല്ല, പുറത്തുനിന്ന് ആര് വന്നാലും പരിശീലനം കൊടുക്കാൻ സാധിക്കുന്ന തരത്തിലേക്ക് മാറാൻ സാധിക്കും. നമ്മൾ മറ്റൊരു ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, നമ്മൾ ഈ പറയുന്ന ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ സ്ഥാപനങ്ങളിലൊന്നായ ക്ഷീര ഉൽപാദക സഹകരണ സംഘങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മിൽമയുടെ മലബാറിലെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ക്ഷീരവികസന രംഗത്ത് പറയാനുള്ളത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്? ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സ്ഥാപനമാണ് ഡയറി, നമ്മുടെ സ്ഥാപനമാണ് മുക്കത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. അത് അടുത്ത് തന്നെ ബ്ലോക്ക് പഞ്ചായത്തിലോട് ചേർന്ന സ്ഥാപനമായിട്ട് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് വരും. നമ്മൾ ഇത്തവണ സഞ്ജീവനി എന്ന് പറയുന്ന ഒരു പദ്ധതിക്ക് രൂപം കൊടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ നിലവിൽ ഈ മിൽമയുമായിട്ടും അതുപോലെ തന്നെ സൊസൈറ്റി ആയിട്ടും ഒക്കെ ലിങ്ക് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ചുകൂടി ക്ഷീര ഉൽപ്പാദകരെ അവിടെ ഉണ്ടാക്കിയെടുക്കുകയും അതുപോലെ തന്നെ അതിലൂടെ വരുന്ന ഉപജീവനം നടത്തുന്ന ആളുകളെ കുറച്ചും കൂടി പ്രൊമോട്ട് ചെയ്യുക എന്നുള്ള തരത്തിലും നമ്മളതിന് മുൻതൂക്കം കൊടുക്കുന്നുണ്ട്. അതിൽ നമ്മൾ ചെയ്യുന്നത് ഒരുപാട് ആളുകൾക്ക് ഇതിൻ്റെ പാലിൻ്റെ അളവ് കുറഞ്ഞു പോയതുകൊണ്ട് പെൻഷൻ കിട്ടാത്ത ഒരുപാട് ആളുകളുണ്ട്. അപ്പം അത്തരം ആളുകളുടെ പെൻഷൻ ലഭ്യമാക്കുന്ന തരത്തിലേക്ക് അവരുടെ ഉപജീവന മാർഗത്തിൽ പാലിൻ്റെ അളവ് കൂട്ടുന്ന തരത്തിലേക്കുള്ള ഒരു പദ്ധതിക്ക് ഇത്തവണ നമ്മൾ ആസൂത്രണം ചെയ്തിരിക്കുകയാണ്. ക്ഷീരോത്പാദന രംഗത്ത് എന്തായാലും മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സംസ്ഥാനം പോലും സ്വയം പര്യാപ്തതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എന്താണ് നിലവിലെ കർഷകരുടെയൊക്കെ അവസ്ഥയെ പറ്റി പറയാനുള്ളത്? നമ്മൾ ഈ പറഞ്ഞതുപോലെ ഈ ക്ഷീരോത്പാദന രംഗം വളരെ സജീവമാണോ ഈ മേഖലയിൽ?
അപ്പോൾ മിൽമയൊക്കെ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ്? നമ്മളിപ്പോൾ നിരവധി പശുക്കളെ മേയ്ക്കാനൊക്കെ പറ്റിയ സ്ഥലങ്ങളും ഒക്കെയുള്ള ഒരു ബ്ലോക്ക് പഞ്ചായത്താണ്. അപ്പം അതിന് എന്താണ് സാധിച്ചത്? അപ്പം നമ്മളടുത്ത് ഈ വർക്കിംഗ് ഗ്രൂപ്പിനകത്ത് വന്ന നിർദ്ദേശങ്ങളാണ് ഒരു ഒട്ടനവധി ആളുകൾക്ക് പശു വാങ്ങിക്കുവാൻ സാധിക്കുന്ന തരത്തിലേക്കുള്ള ഒരു പദ്ധതി. അതുകൂടിയാണ് ഈ സഞ്ജീവനിയെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു പശുവിന് കൂടി കൊടുത്തു കഴിഞ്ഞാൽ ആ ആളിന് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ലഭിക്കാൻ പോകുന്ന പാലിൻ്റെ അളവ് നമുക്ക് കൂട്ടാൻ സാധിക്കും. അപ്പോൾ അവർക്ക് നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന പാലിലേക്ക് ഒരു അളവ് കൂടി വന്നു കഴിഞ്ഞാൽ ഭാവിയിൽ അവരെ ഒരു പെൻഷന് യോഗ്യമാക്കുന്ന തരത്തിലേക്ക് മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സഞ്ജീവനി എന്ന് പറയുന്ന പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ക്ഷീരവികസനം പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ഈ മത്സ്യ മേഖല. നമുക്കറിയാം, ഉൾനാടൻ ജലാശയങ്ങൾ ധാരാളമുള്ള പ്രദേശം കൂടിയാണ് തങ്ങളുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിയിൽ വരുന്നത്. അപ്പം എങ്ങനെയാണ് ഈ മത്സ്യ മേഖലയെ പറ്റി പറയുന്നത്? മത്സ്യബന്ധന വകുപ്പും കഴിഞ്ഞ ദിവസം നമ്മളുമായിട്ട് ചർച്ച നടത്തിയ സമയത്ത് നമ്മുടെ അത്തരം മേഖലകൾ, അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ കൃഷി സിഞ്ചായി യോജന എന്ന് പറയുന്ന പദ്ധതിയിൽ രൂപീകരിക്കപ്പെട്ട ഒരുപാട് കുളങ്ങൾ ഇപ്പം നമ്മുടെ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ കുളങ്ങളും നിലവിൽ മാവൂരൊക്കെ പോലെ തന്നെയുള്ള പ്രദേശങ്ങളിലും നമുക്ക് മത്സ്യകൃഷി എങ്ങനെ ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു ചർച്ച കഴിഞ്ഞു. അതിൻ്റെ മത്സ്യ കർഷകരുടെ ഒരു യോഗം കഴിഞ്ഞു. ആ ഒരു പ്രവർത്തനവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയിൽ അത്തരത്തിലും ആളുകൾ ഉപജീവനം നടത്തുന്നതുണ്ട് എന്നുള്ളത് മറ്റുള്ള പുറത്തുള്ള ആളുകൾക്ക് ബോധ്യമാക്കി കൊടുക്കുന്ന തരത്തിലേക്കുള്ള ഒരു പ്രവർത്തനം ആ മേഖലയിൽ ചെയ്യാൻ സാധിക്കും എന്നാണ് പ്രതീക്ഷ. ഈ ചാലിയാറൊക്കെ ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഇപ്പോഴും ആൾക്കാർ മത്സ്യബന്ധനം ഉപജീവന മാർഗമായി ജീവിക്കുന്നവരുണ്ട്. അതുകൊണ്ട് തന്നെ അവർ രംഗത്ത് സജീവമായ പരിഗണന ഉണ്ടാവുന്നതാണ് പ്രതീക്ഷ. ഇപ്പോൾ നമ്മളെ സാമാജികനൊപ്പം പരിപാടി അവസാനത്തിലേക്ക് കടക്കുകയാണ്. അപ്പം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റാണ് ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചത്. എന്താണ് ബ്ലോക്ക് പഞ്ചായത്തിലെ 3 ലക്ഷത്തിലധികം വരുന്ന ജനങ്ങളോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന് പറയാനുള്ളത്? നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഈ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് ആളുകളുടെ പ്രയാസങ്ങളും കഷ്ടതകളും ഒക്കെ നേരിട്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു പദത്തിനകത്തേക്ക് എത്തിയിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ മുൻപ് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന മേഖലയും ഇതുപോലെ തന്നെ ആദിവാസി മേഖലയാണ്, അതുപോലെ തന്നെ പട്ടികജാതി കോളനി സങ്കേതങ്ങളിലെ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ടായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു പ്രവർത്തനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ ഇവിടെ ഉപയോഗപ്പെടുത്താൻ സാധിക്കും എന്നുള്ളത് പൂർണ്ണമായ ഒരു വിശ്വാസം എനിക്ക് തന്നെയുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്തിനെ സാധാരണ എപ്പോഴും ആളുകൾ ആശ്രയിക്കുന്നത് ഗ്രാമപഞ്ചായത്തിനെയാണ്. ബ്ലോക്ക് പഞ്ചായത്തിന് പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ പോവാറാണുള്ളത്. പക്ഷേ എന്തായിരുന്നാലും ഗ്രാമപഞ്ചായത്ത് പോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തും ഒരു ജനകീയമായ പഞ്ചായത്ത് തന്നെയാണ് എന്നുള്ള ബോധിപ്പിക്കുന്ന തരത്തിലേക്ക്, അല്ലെങ്കിൽ ആളുകളുടെ ഇടപെടലുകൾ ഉണ്ടാകുന്ന രീതിയിലേക്കുള്ള പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകാനാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി ആഗ്രഹിക്കുന്നത്. ആ പദ്ധതിക്ക് നേതൃത്വം നൽകി മുന്നോട്ട് വയ്ക്കുന്ന സമയത്ത് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തി എവിടെയാണ് പോരായ്മകൾ അല്ലെങ്കിൽ എവിടെയാണ് തെറ്റ് എന്ന് കണ്ടെത്തി പറഞ്ഞ് മനസ്സിലാക്കി നിങ്ങളുടെ ഒരു ഇടപെടൽ കൂടി നടത്തി ഞങ്ങളോടൊപ്പം മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ പരിപാടിക്ക് എന്നെ ക്ഷണിച്ച ഈ ചാനലിനോട് പ്രത്യേകം നന്ദി പറയുന്നു. എന്നും ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു ജനകീയ ബ്ലോക്ക് പഞ്ചായത്തായിട്ട് മാറുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സഹകരണങ്ങളും നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്തായാലും വളരെയധികം നന്ദി നമ്മളോട് ഇത്രയും നേരം സഹകരിച്ചതിന്. ഇത്രയും നേരം സംസാരിച്ചത് സാമാജികനൊപ്പം പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ചത് കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ ഹരിദാസ് ആയിരുന്നു. സാമാജികനൊപ്പം പരിപാടി ഇവിടെ സമാപിക്കുകയാണ്.